ഹായ് ഫ്രണ്ട്സ്, ഫിസിക്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രത്തോളം ഉപയോഗിച്ചു, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഉപയോഗിക്കുന്ന വൈദ്യുതി കണ്ടെത്താനുള്ള ഒരു സമവാക്യം നമുക്ക് നോക്കാം. ഇതാണ് സമവാക്യം. വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ബൈ 1000. വൈദ്യുതോർജ്ജം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് പവർ ഇൻറ്റു സമയം ബൈ 1000. പവർ തരുന്നത് ഏത് യൂണിറ്റിലായിരിക്കണം? വാട്ടിലായിരിക്കണം, മണിക്കൂറിലായിരിക്കണം സമയം നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ ഒന്നുകൂടി പറയാം. ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം സമം വാട്ടിൽ ഉള്ള പവർ, അതായത് പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ബൈ 1000. പവർ ഇൻറ്റു സമയം ബൈ 1000. അതിലൂടെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. പവർ ഇൻറ്റു സമയം ഇൻറ്റു എണ്ണം ബൈ 1000. എണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഉപകരണം എത്ര എണ്ണം ഉണ്ട് എന്നാണ്. നമ്മളെ വീട്ടിൽ ഒരു ബൾബായിട്ടാവില്ല ഉണ്ടാവുക, ഒന്നിലധികം ബൾബുകൾ, 3 4 ബൾബുകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് എണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ സമവാക്യം നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം കണ്ടെത്താനുള്ള സമവാക്യമാണത്, പവർ ഇൻറ്റു സമയം ബൈ 1000. ഇനി ഇത് വൈദ്യുതോർജ്ജത്തിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ, kWh. കിലോ വാട്ട് അവർ അഥവാ യൂണിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ വീട്ടിലെ വൈദ്യുതി കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ ഇത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. യൂണിറ്റ് എന്നതാണ് ഇതിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ അത് കിലോ വാട്ട് അവർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി അടുത്തതായി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 750 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം എത്ര? അതായത് വൈദ്യുതോർജ്ജമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ വൈദ്യുതോർജ്ജം സമവാക്യം നമ്മൾ എഴുതിയത് പവർ ഇൻറ്റു സമയം ഇൻറ്റു എണ്ണം ബൈ 1000. പവർ എത്രയുണ്ട്? ഗ്രൈൻഡർ ആണിത്. ഗ്രൈൻഡറിന് എത്ര പവർ ഉണ്ട്? 750 വാട്ട്. അപ്പോൾ 750 സമയം 2 മണിക്കൂർ. 2 മണിക്കൂർ ഇൻറ്റു എണ്ണം. ഗ്രൈൻഡർ എത്ര എണ്ണം ഉണ്ട് ഈ വീട്ടില്? ഒരു ഗ്രൈൻഡറാണ്. അപ്പോൾ 750 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 1000. അപ്പൊ എത്ര വരും? 1500 ബൈ 1000. 1500നെ 1000 കൊണ്ട് ഹരിച്ചാൽ എന്താ ആൻസർ വരിക? 1000 കൊണ്ട് ഹരിക്കാൻ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. പോയിന്റ് 3 സ്ഥാനം ഇടത്തോട്ട് നീക്കിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 1.5 അല്ലെങ്കിൽ 1.5 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 1.5 യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇതിന്റെ യൂണിറ്റ് ആണ് 1.5 കിലോ വാട്ട് അവർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.5 യൂണിറ്റ് എന്ന് ആൻസർ എഴുതാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വീട്ടിൽ 20 വാട്ടിന്റെ 5 CFL 4 മണിക്കൂറും 60 വാട്ടിന്റെ 4 ഫാനുകൾ 5 മണിക്കൂറും 100 വാട്ടിന്റെ TV 4 മണിക്കൂറും പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും? ഇപ്പൊ വീട്ടിൽ എത്ര സാധനങ്ങളുണ്ട്? CFL ഉണ്ട്, ഫാൻ ഉണ്ട്, TV ഉണ്ട്. ഇത് 3ഉം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രവർത്തിക്കുന്നതിന്റെ അളവൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ദിവസവും ഉപയോഗിക്കുന്ന അളവുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആകെ എത്ര യൂണിറ്റ് ഒരു ദിവസം ഉപയോഗിക്കും എന്നതും കണ്ടെത്തണം. ഇപ്പൊ CFL നോക്കാം. CFLന്റെ പവർ ഇൻറ്റു സമയം ഇൻറ്റു എണ്ണം ബൈ 1000. അപ്പൊ എത്ര വരും? CFLന്റെ പവർ 20 വാട്ട് ഇൻറ്റു 4 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര CFL ഉണ്ട്? 5. അപ്പൊ 20 ഇൻറ്റു 4 ഇൻറ്റു 5 ബൈ 1000. നമുക്കിത് ചെയ്യുമ്പോൾ 400 ബൈ 1000 എന്ന് കിട്ടും. അതായത് 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 0.4 എന്ന ആൻസറും. 0.4 യൂണിറ്റ്. ഫാനിന്റെ വൈദ്യുതോർജ്ജം നോക്കുകയാണെങ്കിലോ ഇതേ സമവാക്യം തന്നെ. ഫാൻ പവർ 60, 5 മണിക്കൂർ പ്രവർത്തിക്കുന്നു, 4 ഫാനുകൾ. 60 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ 1000. അത് ചെയ്യുമ്പോൾ 1.2 യൂണിറ്റ് എന്ന ആൻസർ വരും. ഇനി TVയുടെ വൈദ്യുതോർജ്ജം. TV ഒന്നേ ഉള്ളൂ, ഒരു TVയേ ഉള്ളൂ. അപ്പോൾ 100 ഇൻറ്റു 4 മണിക്കൂർ ഇൻറ്റു 1 ബൈ 1000. അപ്പോൾ നമുക്ക് ആൻസർ 0.4 യൂണിറ്റ് എന്ന് വരും. ഇതൊക്കെയാണ് ഓരോ ദിവസവും ഓരോ ഉപകരണവും ഉപയോഗിക്കുന്ന അളവ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആകെ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം എത്രയായിരിക്കും ആ വീട്ടില്? ഈ 3ഉം കൂടി കൂട്ടാം അല്ലെ? അപ്പൊ 0.4 പ്ലസ് 1.2 പ്ലസ് 0.4 ചെയ്ത് കഴിഞ്ഞാൽ 2 യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും.
ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വീട്ടിൽ 18 വാട്ടിലുള്ള 4 CFL ദിവസം 5 മണിക്കൂർ വീതവും 60 വാട്ടിലുള്ള 2 ഫാനുകൾ ദിവസം 3 മണിക്കൂർ വീതവും പ്രവർത്തിക്കുന്നു. 2 ഉപകരണങ്ങളാണ് തന്നിട്ടുള്ളത് എങ്കിൽ 30 ദിവസത്തേക്ക് എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കും? ആദ്യം നമ്മളിപ്പോൾ ഒരു ദിവസത്തെ കണ്ടുപിടിക്കണം. അതേപോലെ 30 ദിവസത്തെ വൈദ്യുതി എത്രത്തോളം ഉണ്ടാവും എന്ന് കണ്ടെത്തണം. യൂണിറ്റിന് 3 രൂപ നിരക്കിൽ ഒരു മാസത്തെ വൈദ്യുതിയുടെ ചിലവ് എത്ര എന്നതും കണ്ടെത്തണം. അപ്പൊ ഇതിൽ 2 ഉപകരണങ്ങളുണ്ട്, CFL ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ CFLന്റെ ആദ്യം CFLന്റെ ഊർജം സമമാക്കി എഴുതാം. CFLന്റെ പവർ ഇൻറ്റു സമയം 5 മണിക്കൂർ ഇൻറ്റു എത്ര CFL ഉണ്ട്? 4. ഇപ്പൊ 18 × 5 × 4/1000. അത് ഇൻറ്റു ചെയ്യുമ്പോൾ 360/1000 എന്ന് വരും. അതായത് 0.36 യൂണിറ്റ് എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഫാനിന്റെ കാര്യവും കണ്ടെത്തണം. ഫാനിന്റെ പവർ 60 ഇൻറ്റു സമയം. ഫാൻ എത്ര സമയമുണ്ട്? 3 മണിക്കൂർ ഇൻറ്റു എത്ര ഫാനുകളുണ്ട്? 2 ഫാനുകൾ. 60 ഇൻറ്റു 3 ഇൻറ്റു 2/1000. ഇത് ചെയ്യുമ്പോഴും 0.36 യൂണിറ്റ് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ഇത് ഒരു ദിവസത്തെ കാര്യമാണ്. ഇപ്പൊ ഫാനും CFLും ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ 30 ദിവസത്തെ കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ദിവസത്തെ ഊർജം ആകെ എത്രയുണ്ട്? ഇത് രണ്ടും കൂടി കൂട്ടാം. 0.36 പ്ലസ് 0.36 ഈക്വൽ ടു 0.72 യൂണിറ്റ് ഉണ്ട്. അതുപോലെ 30 ദിവസത്തെ കാര്യമാകുമ്പോൾ എത്ര വരും? 0.72 ഒരു ദിവസത്തെ ഇൻറ്റു 30, അതായത് 30 ദിവസത്തെയായി. 0.72 ഇൻറ്റു 30 സമം 21.6 യൂണിറ്റ്. ഒരു ദിവസത്തെ യൂണിറ്റ് ആകെയുള്ളത് കണക്കാക്കുക, ഇൻറ്റു 30 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഒരു മാസത്തെ ചെലവ് 21.6 ഇൻറ്റു 3 രൂപ നിരക്കിൽ ഒരു മാസത്തെ വൈദ്യുതിയുടെ ചിലവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഒരു മാസത്തെ ചിലവ് എങ്ങനെ കണക്കാക്കാം? 21.6 ഇൻറ്റു ഒരു യൂണിറ്റിന് 3 രൂപയാണ്, ഇൻറ്റു 3 സമം 64.8 രൂപ എന്ന് ആൻസർ കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോവാട്ട് അവർ എന്നതിനെ ജൂളിലേക്ക് മാറ്റണം. 1 കിലോവാട്ട് അവർ ഈക്വൽ ടു ഡാഷ് ജൂൾ. കിലോവാട്ട് അവറിനെ ജൂളിലേക്ക് മാറ്റാണ് വേണ്ടത്. അപ്പൊ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. 1 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 1000 വാട്ടാണ്. 1000 വാട്ടാണ്. 1 കിലോവാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റാം. സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം? 60 ഇൻറ്റു 60. അപ്പൊ കിലോവാട്ടിനെ വാട്ടിൽ എഴുതി അവർ എന്നുള്ളതിനെ സെക്കൻഡിലേക്ക് എഴുതാം. അപ്പൊ എത്ര വരും? 36. പിന്നെ 6 × 6 36 എന്ന് കിട്ടി. നീ സീറോസ് അല്ലേ ചെയ്യണ്ടോ? സീറോസ് എത്ര സീറോസ് ഉണ്ട്? ആകെ നോക്കി നോക്കൂ, 5 സീറോകളുണ്ട്. 36 പിന്നെ 5 സീറോകളും കൂടി വരും. അതായത് 36 ഇൻറ്റു 10⁵5 എന്ന് എഴുതാം. 5 സീറോ ഉള്ളത് കൊണ്ട് 10⁵5 ജൂൾ എന്ന് ആൻസർ എഴുതാം. അല്ലെങ്കിൽ 3.6 ഇൻറ്റു 10⁵6 ജൂൾ. രണ്ടും ഒന്ന് തന്നെയാണ് എഴുതണത്. 36 ഇൻറ്റു 10⁵5 എന്ന് എഴുതിയാലും 3.6 ഇൻറ്റു 10⁵6 എന്ന് എഴുതിയാലും ആൻസർ ഒന്ന് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത് ചോദ്യം. 250 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിലൂടെ 0.1 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. അതായത് ഒരു ബൾബ് ഉണ്ട്, ബൾബിലൂടെ 0.1 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാൻ എത്ര മണിക്കൂർ പ്രകാശിക്കണം എന്നതാണ് ചോദ്യം. നമുക്കിവിടെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ നമ്മൾ ചെയ്തതിൽ വൈദ്യുതിയുടെ അളവാണ് കണ്ടെത്തിയത്. ഇത് വൈദ്യുതിയുടെ അളവ് അവർ തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാൻ വൈദ്യുതി അളവ് 1 യൂണിറ്റ് തന്നിട്ടുണ്ട്. അതിന് എത്ര സമയം പ്രകാശിക്കണം എന്നതാണ് കണ്ടെത്തേണ്ടത്. വൈദ്യോർജ്ജത്തിന്റെ സമവാക്യം അതേ ആദ്യത്തെ സമവാക്യം നമ്മൾ എഴുതാം. വൈദ്യോർജ്ജം സമം P × T/1000. ഇവിടെ ഒരു ബൾബേ ഉള്ളൂ, അപ്പൊ ഇൻറ്റു എണ്ണം ഒന്നേ ഉള്ളൂ, അത് നോക്കണ്ട. P × T/1000 അതാണ് സമവാക്യം. അപ്പൊ അതില് സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമയം സമം നമുക്ക് ഈ സമവാക്യത്തെ മാറ്റി എഴുതാണ് വേണ്ടത്. സമയം സമം എന്ത് എഴുതാൻ പറ്റുക? ഈ T എന്നത് ഇവിടെ നിർത്താം. എന്നിട്ട് ബാക്കിയുള്ള വസ്തുതകൾ സമവാക്യത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ T ഇവിടെ നിർത്തി ബാക്കിയുള്ളത് അങ്ങോട്ട് പോകുമ്പോ എന്താവും? വൈദ്യുതോർജ്ജം അവിടെയുണ്ട്. വൈദ്യുതോർജ്ജം /1000 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഇൻറ്റു 1000 ഇൻറ്റു P എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോഴോ /P എന്നാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? T ഇവിടെ ഉണ്ട്. T സമം വൈദ്യുതോർജ്ജം ഇൻറ്റു 1000/P എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് ഇനി ഇതിൽ വിലകൾ കൊടുത്തു നോക്കാം.
വൈദ്യുതോർജ്ജം എത്ര വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്? 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാൻ. കണ്ടോ, ഒരു തന്നിട്ട് 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാൻ. അപ്പൊ വൈദ്യുതോർജ്ജത്തിന്റെ അളവ് എത്രയാണ്? 1 യൂണിറ്റ്. 1 × 1000 ബൈ പവർ. പവർ തന്നിട്ടുണ്ടോ നോക്കി നോക്കൂ. പവർ ഉണ്ടോ ഇതില്? 250 വോൾട്ട് 0.1 ആംപിയർ എന്നാണ് തന്നിട്ടുള്ളത്. അതായത് വോൾട്ടേജും കറന്റും ആണ് തന്നിട്ടുള്ളത്. പവർ നേരിട്ട് തന്നിട്ടില്ല. പവർ കാണണം. അപ്പൊ നമുക്ക് പവർ കാണുമ്പോൾ എന്താ ചെയ്യുക? പവർ സമം V × I. 250 × 0.1, അതായത് 25 വാട്ടാണ് പവർ. പവർ നമുക്ക് ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. പവർ അപ്പം ആദ്യം തന്നെ കണ്ടെത്താം. 25 വാട്ട്. അപ്പൊ ഈ പവർ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 25. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1000/25 എന്ന് വരും. 1000/25 എത്രയാണ്? ഹരിച്ച് നോക്കിയാൽ 40 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 40 മണിക്കൂർ. എത്ര സമയം പ്രകാശിക്കുന്നതാണ് ചോദ്യം. എത്ര സമയം ഈ ബൾബ് പ്രകാശിക്കണം? 40 മണിക്കൂർ പ്രകാശിച്ചാലാണ് 1 യൂണിറ്റ് വൈദ്യുതി ചെലവ് വരുന്നത്. 40 മണിക്കൂർ എന്നതാണ് യൂണിറ്റ്. കാരണം നമ്മളിവിടെ സമയത്തിന്റെ യൂണിറ്റ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിക്കൂറിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40 മണിക്കൂർ പ്രവർത്തിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ ഉപയോഗിക്കുന്ന ഊർജം എത്ര? അതായത് കിലോ വാട്ട് അവർ എന്നതിന്റെ നിർവചനം തന്നെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. നിർവചനം തന്നെ എന്താണ്? 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവാണ് 1 കിലോ വാട്ട് അവർ അഥവാ 1 യൂണിറ്റ്. അതായത് 1000 വാട്ടിൽ പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര ഊർജം ഉപയോഗിക്കും? 1 കിലോ വാട്ട് അവർ അഥവാ 1 യൂണിറ്റ്. അപ്പൊ 1 യൂണിറ്റ് ഉപയോഗിച്ച് 1 യൂണിറ്റ് വൈദ്യുതി ആയി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? 1000 വാട്ടുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവാണ് 1 യൂണിറ്റ് അഥവാ 1 കിലോ വാട്ട് അവർ. അപ്പൊ വൈദ്യുതോർജ്ജം കണ്ടെത്താനുള്ള സമവാക്യം ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇത്രയും കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.